ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും നമ്മുടെ ചാനലിൽ കുറേ നാളായാലും നമ്മൾ ഗെറ്റ് റെഡി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇത് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തയ്ച്ചു വെച്ചൊരു ലംബർല സ്കേർട്ടാണ്. എനിക്കിത് സൈസ് ആവുന്നേ ഉണ്ടായിരുന്നില്ല, ഇപ്പം എനിക്കിത് കണക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നൊരു ബ്ലൗസും ഒരു മാച്ചിങ്ങും അല്ലാത്തൊരു ദുപ്പട്ട എടുത്തിട്ടുണ്ട് ഗൈസ്. അതിനെ ഒന്ന് ധാവണിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിന് മാച്ച് ചെയ്യുന്ന കാര്യത്തിലുള്ള ഡാർക്ക് ഗ്രീൻ കളറിൽ ഷോൾ ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ഇടയ്ക്ക് യാതൊരു മാച്ചിങ്ങും അല്ലാത്ത ദുപ്പട്ടയൊക്കെ പെയർ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ട്. അപ്പോൾ എന്തായാലും ധാവണി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു നെക്ലേസ് സെറ്റാണ് കേട്ടോ, കമ്മലും കൂടി വരുന്ന ടൈപ്പിലുള്ളതാണ്. അതിൽ നല്ല റെഡ് സ്റ്റോണും ദേവിയുടെ രൂപമൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു മാലയും കമ്മലുമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുപ്പിവളകൾ എടുത്തിട്ടുണ്ട്, റെഡ് കളറിലെ കുറച്ച് കുപ്പിവളയും പിന്നെ ആൻറ്റിക്കിൻ്റെ തന്നെ രണ്ട് കുറച്ച് കട്ടിയുള്ള ഗോൾഡൻ കളറിലെ വള രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ ഒരു വാങ്ങിയ മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ വാലിട്ട് കണ്ണെഴുതണമല്ലോ, വാലിട്ടിട്ടില്ലെങ്കിലും ഞാൻ കണ്ണെഴുതി പൊട്ടും വെച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുടി ജസ്റ്റ് ഒന്ന് കുളിച്ചതുകൊണ്ട് ഇങ്ങനെ കുളിപ്പിന്ന് കെട്ടില്ലേ, അതുപോലെ ഞാനൊന്ന് ചെറിയൊരു ക്ലിപ്പ് വെച്ച് കെട്ടിയിട്ടേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് ബേബി ഹെയർസ് ഒക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ട് കുറച്ച് പട്ടിഷയൊക്കെ കാണിച്ചു. പിന്നെ തുളസിക്കതിർ, അത് മസ്റ്റ് ആണല്ലോ, ഞാൻ ഒരു തുളസിക്കതിരും കൂടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് ധാവണി ഉടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ളതിലും കുറച്ചും കൂടി വണ്ണം കൂടുതലായിട്ട് തോന്നി കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട്, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം.